ചേട്ടത്തി അവിടെ ഇല്ലാത്തതുകൊണ്ട് എത്ര ദിവസമായി അറിയാം ആഹാരം കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ എനിക്ക് സങ്കടം വന്നു കേട്ടോ. ഞാൻ കാരണം തിന്നാതിരിക്കുന്നോ, എന്നോട് ഭയങ്കര സ്നേഹമൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിലും എന്തോന്ന് പറഞ്ഞ് എനിക്ക് സങ്കടം. ഞാൻ അങ്ങനെ നിലവിളിയായി. എനിക്ക് ചേട്ടനെ കാണണം എന്ന് ബഹളമായി. അന്നേരം എൻ്റെ ആങ്ങളെ പറഞ്ഞു, ആകെ 13.5 പവൻ നിനക്ക് തന്നത്, ഇനി ആകെ 5-6 പവനേ ഉള്ളൂ, അതുകൊണ്ട് അതും എടുത്ത് തിന്നും. പിന്നെ അത് നീ അവിടെ വെച്ചിട്ട് വന്നിരുന്നാൽ നിനക്ക് കൊണ്ടുവന്നുകൂടായിരുന്നോ എന്നൊക്കെ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നീന്ന് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ആങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് ആങ്ങളെ പോയി അതൊരു കാരണവശാൽ നീ എടുക്കാൻ തമ്മേക്കരുത്, അങ്ങനെ അവൻ അത് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നീ അത് കൊണ്ടിഞ്ഞ് വീട്ടിൽ പോരാൻ, നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. എൻ്റെ ആങ്ങളെ എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞ് ആങ്ങളെ പോയൊരു കാറ് വിളിച്ചുകൊണ്ട് വന്നു, ഒരു അംബാസഡർ കാർ. അന്ന് ആ കാറാണ് കേട്ടോ. അറിയാവുന്ന ആളെ ഞാൻ വൈകിട്ടോടിരിക്കില്ല, പതുക്കെ കൊണ്ട് അണ്ണൻ എൻ്റെ ആങ്ങളേക്ക് ബൈക്കൊന്നുമില്ല. അപ്പോൾ പോയി ഒരു കാറ് വിളിച്ചുകൊണ്ട് വന്ന് എന്നെ പതുക്കെ കൊണ്ട് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ എന്നെ കെട്ടിച്ചുകൊണ്ടെടുത്ത് ഞങ്ങളുടെ വീടുമായിട്ട്. അപ്പോൾ എന്നെ ഒരു കാറ് കൊണ്ടുവന്ന് അവിടെ ആക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ അകത്തോട്ട് ഒരു 4 മണി സമയം, അപ്പോൾ വൈകുന്നേരമായിരുന്നു, വെയിലൊക്കെ തന്നിട്ട്. അപ്പോൾ എന്നെ അങ്ങോട്ട് കൊണ്ടുചെന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ഒരു പാത്രം ചീനിയും ചോറും കരൾ പൊരിച്ചത് ഇറച്ചി ഇതൊക്കെ മുമ്പിലിരിക്കുന്നു. അനിയച്ചാർ വന്ന് പറഞ്ഞ് എന്തുവാ എൻ്റെ അണ്ണൻ ആഹാരം പോലും കഴിക്കുന്നില്ലെന്ന് ചേട്ടത്തി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ ആങ്ങളെ കണ്ടപ്പോൾ ചേട്ടൻ ഒരു വട്ടം മൂന്തയായിരുന്നു കേട്ടോ.